അസ്സലാമു അലൈക്കും. വെറുതെ ഒരറിവ് എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വെറുതെ ഒരു അറിവ്, നിസ്സാരമായൊരു അറിവാണ്, പക്ഷേ ഒരു പ്രധാനപ്പെട്ട അറിവാണ്. ഈ ലൈന് എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് നേർരേഖയിൽ വന്ന് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഇവിടുന്ന് നേർരേഖയിൽ വന്ന് വീണ്ടും ഇവിടുക്കന്നെ തെറ്റി പിന്നെ ഇങ്ങനെ വന്ന് ബെറിൻ സ്ട്രൈറ്റ് കൂടെ ഇങ്ങനെ കടന്ന് ഇങ്ങോട്ട് തെറ്റി പിന്നെ ഇങ്ങനെ പോകുന്നു. ഇതൊരു രേഖാംശമാണ്. ഇങ്ങോട്ടുള്ള അക്ഷാംശം ഇത് ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്നുവെച്ചാൽ ഭൂമധ്യരേഖ. ഇതേപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒരു സാങ്കല്പികമായ രേഖകളുണ്ടല്ലോ. ഈ രേഖൻ്റെ നേരെ ഈ രേഖ എന്ന് വെച്ചാൽ നമ്മളെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്ന ഈ രേഖാംശ രേഖ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു എതിർഭാഗത്ത് വേറൊരു ലൈനുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഈ ഇവിടുന്ന് ഇങ്ങനെ നേരെ അന്റാർട്ടിക്കയിൽ നിന്ന് വന്നിട്ട് സൗത്ത് പോളിൽ നിന്ന് വന്നിട്ട് ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ നമ്മളെ ഗാനയിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ ടോഗോൻ്റെ ഈ ഭാഗത്തൂടെ കയറി ബുർക്കിന ഫാസോ കൂടെ മാലി അങ്ങനെ വന്ന് ഒരു ലൈൻ ഇവിടെ ഉണ്ട്. ഇതിൽ കാണില്ല ഉള്ളൂ. അൾജീരിയ, സ്പെയിന്, ഫ്രാൻസ് വഴി വന്നിട്ട് ഈ ലണ്ടനിലെ ഈ എല്ലാവർക്കും അറിയണ ഈ സ്ഥലം ഗ്രീൻവിച്ച് ഇതിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ഒരു പ്രൈം മെറിഡിയൻ എന്ന് പറയുന്ന ഒരു രേഖാംശം. അത് കറക്റ്റ് സ്ട്രൈറ്റാണ്, അതിനൊരു യാതൊരു വളവും തോന്നില്ല. അത് അങ്ങനെ വന്ന് പിന്നെ അതങ്ങനെ വന്ന് പിന്നെ സമുദ്രത്തിൽ കൂടെ തന്നെയാണ് പോയിട്ട് പിന്നെ അങ്ങനെ ഉത്തരധ്രുവത്തേക്ക് പോവാണ്, നോർത്ത് പോൾക്ക്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ലൈൻ എടുക്കുന്നത്, നമ്മളെ ഇത് ഈ ലൈന്. പക്ഷെ നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗ്രീൻവിച്ച് കൂടെ കടന്നു പോകുന്ന ഈ ലൈനാണ് ഗ്രീൻവിച്ച് മീൻ ടൈം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, GMT. ഇതാണ് ലോകത്തിലെ സ്റ്റാൻഡേർഡ് ടൈമായി കണക്കാക്കുന്നത്. ഈ ഗ്രീൻവിച്ച് മീൻ ടൈമിനെ UTC എന്നാണ് ഇപ്പോൾ പറയാറുള്ളത്, കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം, ഒരു ആഗോള സമയം നടക്കുക. ആ ആഗോള സമയം നമ്മളെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമുമായിട്ടുള്ള ബന്ധം വെച്ചാൽ UTC എത്രയാണോ അതിലേക്ക് പ്ലസ് കൂട്ടണം 5:30 മണിക്കൂർ കൂട്ടിയാൽ ഇന്ത്യൻ ടൈമായി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണതല്ല. അപ്പോൾ ഓരോ രേഖാംശം, ഇതൊരു രേഖാംശമാണ്, ഇവിടെയുള്ള ഇതൊരു രേഖാംശമാണ്, ഇതൊരു രേഖാംശ രേഖയാണ്. ഈ ഓരോ രേഖാംശ രേഖകളും 15 ഡിഗ്രി പിന്നിടുമ്പോൾ ഓരോ മണിക്കൂർ വ്യത്യാസം വരും. അങ്ങനെ വന്നിട്ടും പല സ്ഥലത്തും അത് അംഗീകരിക്കണില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരേ സമയം വരാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യണത്. ഈ വര ഇങ്ങനെ ചെരിഞ്ഞു പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ അന്റാർട്ടിക്കയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ലൈൻ എന്ന് വെച്ചാൽ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് വരുന്ന ഈ വര വന്ന് ഇവിടുന്ന് വളയുന്നുണ്ട്. വളയാൻ കാരണം എന്താ? ഇവിടുന്ന് വളയാൻ കാരണം ഇവിടുന്ന് വളയാതെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈ ന്യൂസിലാൻഡിൻ്റെ തന്നെ ഒരു ദ്വീപാണിത്. ഇത് ന്യൂസിലാൻഡിൻ്റെ അവകാശപ്പെട്ടാണ്, ന്യൂസിലാൻഡിൻ്റെയാണിത് ഈ ദ്വീപ്. ഇവരുടെ ന്യൂസിലാൻഡിൻ്റെ ഈ 2 മെയിൻലാൻഡിൻ്റെ പുറമെ അവർക്കുള്ള ദ്വീപാണ്. ആ ദ്വീപും കൂടി അവരിപ്പോൾ ഏത് സമയത്തിലാണോ അവർ ഉൾപ്പെട്ടിരുന്നത് ആ സമയത്തേക്ക് തന്നെ ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെരിച്ചു കൊടുത്തത്. അപ്പോൾ എന്തുണ്ട്, അപ്പോൾ അങ്ങനെ അതേപോലെ ഈ പോളിനേഷ്യ, ഈ ഫിജി, അതിൻ്റെ ഈ ടോങ്ക, ഈ മൈക്രോനേഷ്യൻ രാജ്യങ്ങൾ ഇവരും എന്താണ് ഇങ്ങോട്ട് ഈ പസഫിക്കിൻ്റെ ഈ ഭാഗത്തേക്ക് ആക്കി. അവർ ഈ ടൈം സോണാണ് അവർക്കും കിട്ടുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ മൈക്രോനേഷ്യയിൽ പെട്ട കിർബാത്തി ദ്വീപുകൾ, ജാർവിസ് മൈക്രോനേഷ്യൻ്റെ രാജ്യങ്ങളാണ്. അങ്ങനെ വന്ന് പിന്നെ ഇങ്ങോട്ട് തെറ്റിയണ്ട, അങ്ങനെ തെറ്റിക്കാണ്ട് പിന്നെ ഇവിടുന്ന് നേർരേഖയായിട്ട് പോയിട്ട് ഇവിടുന്ന് തെറ്റുണ്ട്. എന്തിനാ ഇവിടെ ഈ അലാസ്ക പറഞ്ഞാൽ ഇത്രയും ഭാഗം ഈ വരാണ്ടില്ലേ, ഇത്രയും ഭാഗം അമേരിക്കൻ്റെ ഭാഗമാണ്. ഇവിടെ കാനഡൻ. അമേരിക്ക നമ്മൾ ഉദ്ദേശിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് കാനഡ. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ്റെ അടുത്ത് ഇവർ പൈസ കൊടുത്ത് വാങ്ങിയാണ് കുറേ മുമ്പ്. അതിൻ്റെ ചരിത്രം വേറെ പറയാം നമുക്ക്. അലാസ്ക. അപ്പോൾ ഈ അലാസ്കൻ്റെ ഭാഗമായിട്ടാണ് ഈ ആർക്കിപ്പലാഗോ, ഈ ദ്വീപ സമൂഹങ്ങൾ. ആറ്റു സ്റ്റേഷൻ കണ്ടില്ലേ, ഈ അറ്റു സ്റ്റേഷൻ വരെ ഈ അലാസ്കൻ്റെ ഭാഗമാണ്. അപ്പോൾ അമേരിക്കൻ്റെ
ആ സമയത്തേക്ക് തന്നെ ഈ ദ്വീപുകളുടെ സമയവും ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വിട്ടു. ഈ ഇതൊക്കെ പിന്നെ റഷ്യൻ്റെ ദ്വീപുകളാണ്. അത് പിന്നെ റഷ്യൻ്റെ സമയത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ ഈ ബെറിങ് സ്ട്രൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മുടെ അലാസ്കൻ്റെ ദ്വീപാണ്. അത് അമേരിക്കൻ്റെ ടൈമുമായി ഒപ്പിക്കണം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഡയാമോഡ് ദ്വീപുകൾ. ഈ ബിഗ് ഡയാമോഡ് നമ്മളെ റഷ്യൻ്റെ, ഈ ലിറ്റിൽ ഡയാമോഡ് അമേരിക്കയുടെ. അപ്പോൾ ഈ ഇവിടെ ഇതിനടിയിൽ കൂടെ ആ ലൈന് കടന്നു പോകുന്നുണ്ട്. ആണ് ആ ഒരു തെറ്റിപ്പോണ് കാണുന്നത്. ഞാൻ കാണിച്ചുതരാം. ഇതാ ആ ലൈന് പോകണ്ട. പിന്നെ അതിൽ സ്ട്രൈറ്റ് പോയിട്ട് പിന്നെ ഈ അലാസ്കൻ്റെ ദ്വീപുകളും അലാസ്കൻ്റെ സമയത്തേക്ക് ഒപ്പിച്ചിട്ട് ഈ റഷ്യൻ്റെ ഈ സൈബീരിയ ഇതുപോയി നേരെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ, നേരെ കൊടുക്കുകയാണെങ്കിൽ സൈബീരിയൻ്റെ ഇത്രയും ഭാഗം റഷ്യക്ക് ഈ സമയം ഇവിടെ വേറെ സമയം കൊടുക്കേണ്ടി വരും. റഷ്യൻ്റെ മൊത്തത്തിലുള്ള ഈ ഇവിടെ ഈ മോസ്കോയിലൊക്കെ ഉള്ള അതേ സമയം തന്നെയാണ് ഇവർ മൊത്തം റഷ്യയിലും വരാൻ വേണ്ടിയിട്ട് 5000 കിലോമീറ്ററോളം ഇതുണ്ടാവട്ടാ, വ്യത്യാസമുണ്ട്. ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനോട് ഒരു രാജ്യത്ത് ഒരു സമയം ആകുമ്പോൾ അവർക്ക് സുഖമാണ്, ബിസിനസ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സുഖമാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന സമയങ്ങളൊന്നും യഥാർത്ഥമല്ല. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ന്യൂസിലാൻഡിൻ്റെ ഈ ഭാഗത്ത് സത്യം പറഞ്ഞ സമയം വേറെ വരണ്ടേ, പക്ഷേ ഇവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് വേറൊരു സമയം കണക്കാക്കണം. നമ്മൾ ഈ സമയമൊന്നും ശരിയല്ല, ആരോടും മുണ്ടണ്ട. കാരണം 15 ഡിഗ്രി രേഖാംശം കടന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ വ്യത്യാസം വരും. അതിനിപ്പോൾ നല്ലൊരു ഉദാഹരണം നമുക്ക് നമ്മളെ ഇന്ത്യയിലേക്ക് തന്നെ പോവാം. നമ്മൾ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗുജറാത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ടും എത്തുമ്പോഴത്തിന് നമ്മളെ ഈ ഗുജറാത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് നമ്മളെ വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റിൽ വരുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ നാഗാലാൻഡ് ഈ ഭാഗത്തും നമ്മൾ അരുണാചൽ പ്രദേശിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സമയമാണ് വരേണ്ടത്. കാരണം ഈ ഗുജറാത്തിലെ ഈ ടൈമിനേക്കാളും ഇവിടെ രേഖാംശം 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. അപ്പോൾ 2 മണിക്കൂർ വ്യത്യാസം വരും. പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു സമയമാണ്. എന്തുകൊണ്ട്? ഇന്ത്യ ഒരു രാജ്യമായതുകൊണ്ട്, ഒരൊറ്റ രാജ്യമായതുകൊണ്ട് 2 സമയമാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നേപ്പാളിലാകുമ്പോൾ 15 മിനിറ്റ് മുമ്പിലാണ് നമുക്ക്. അത് വേറെ രാജ്യം ഓരോ ടൈം പറഞ്ഞാൽ UTCനെക്കാട്ടിയും 5:45 അവരുടെ ടൈമുണ്ട്. UTC പ്ലസ് 5:45. പിന്നെ പാകിസ്ഥാനിൽ ഓലത് UTC പ്ലസ് 5 മണിക്കൂർ പാകിസ്ഥാന്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ നമ്മളെക്കാട്ടിയും അരമണിക്കൂർ പിന്നിലാണ്. ബംഗ്ലാദേശോ അരമണിക്കൂർ മുമ്പിലാണ്. അങ്ങനെ ഈ ശ്രീലങ്ക ഏകദേശം ശ്രീലങ്കയുടെ ടൈമും നമ്മുടെ ടൈമും ഒന്നാണ്. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്. ഈ ചൈന ആണെങ്കിൽ 2.5 മണിക്കൂർ നമ്മളെക്കാട്ടി മുമ്പിലാണ് ഇന്ത്യനെക്കാട്ടി. അപ്പോൾ അങ്ങനെ അവർ മൊത്തം അവരുടെ രാജ്യത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനൻ്റെ ഈ ബെയ്ജിങ്ങിലെ സമയമാണ്. ബെയ്ജിങ് എത്ര ദൂരം നോക്കി, ബെയ്ജിങ്ങിലെ സമയമാണ്. ബെയ്ജിങ് ഇതുണ്ട്, ബെയ്ജിങ് എവിടെ ബെയ്ജിങ്, ബെയ്ജിങ് ഈ ബെയ്ജിങ്ങിലെ സമയമാണ് മൊത്തം ചൈന ഇവിടെയൊക്കെ കൊടുക്കുന്നത്. ഇവിടെ എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ട്, അവിടെയൊക്കെ സമയം വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ഒരേ രാജ്യമായതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പോവാണ്. സംഗതി ആരോടും മുണ്ടണ്ട, സംഭവം രഹസ്യമാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.